തമിഴ് നടനും ടിവിക്ക് അധ്യക്ഷനുമായ വിജയും നടി തൃഷയും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ഇരുവർക്കുമെതിരെ കടുത്ത സൈബർ ആക്രമണം. വിജയുടെ ഭാര്യ സംഗീതയ്ക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന പേരിൽ ഹാഷ്ടാഗ് ക്യാമ്പയിനും തുടങ്ങി. 30,000-അടുത്ത് ട്വീറ്റുകളാണ് ഈ ഹാഷ്ടാഗിൽ ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ എതിരാളികളാണ് അധിക്ഷേപ പ്രചരണത്തിന് പിന്നിലെന്നാണ് വിജയുടെ ആരാധകർ പറയുന്നത്. ഇതിനെതിരെ വിജയുടെ ആരാധകർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിജയും തൃഷയും അടുത്ത സുഹൃത്തുക്കളെന്നാണ് ആരാധകരുടെ വാദം. വിശദാംശങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, നമ്മൾ തെലങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വന്നാൽ ചലച്ചിത്ര രംഗത്തെ പ്രശ്നത്തിനപ്പുറം ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി തിരികൊളുത്തുകയാണ്. വിജയും നടി തൃഷയും തമ്മിലുള്ള ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഈ അധിക്ഷേപ പ്രചരണം. ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് പറയുന്നു. ഈ വിജയുടെ ഭാര്യ സംഗീതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടക്കുന്നു. എന്താണ് ഈ ക്യാമ്പയിന്റെയൊക്കെ അടിസ്ഥാനം? ഇതിന് പിന്നിലും ഒരു രാഷ്ട്രീയ എതിരാളികളുടെ ഗൂഢാലോചന എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, വിജയ് തൃഷ ഇരുവരും തമ്മിലുള്ള സൗഹൃദം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗോസിപ്പുകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിലവിൽ വന്നിട്ടുള്ളതാണ്. ഇരുവരും തമ്മിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ജോഡികളായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഗില്ലി, അതുപോലെ തിരുപ്പാച്ചി, ആദി, കുരുവി തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. വളരെയധികം സമയം തമിഴ്നാട്ടിലുള്ള ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡികളായി ഇരുവരും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ ഏതാണ്ട് 2005 കാലഘട്ടം മുതൽ തന്നെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇന്ന്, അതായത് ഇപ്പോൾ ഈ ലിയോയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഒരു പുതുതായിട്ട് വീണ്ടും ഇരുവരും തമ്മിലുള്ള ഒരു പ്രണയം, സൗഹൃദം, ഇത് തമ്മിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഇതിനൊരു ഈ ഗോസിപ്പ് എന്ന വിഷയത്തിൽ നിന്ന് മാറി ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടി കൈവന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവും അതിന് പിന്നാലെ വിജയ് തൻ്റെ എതിരാളികൾക്ക് നേരെ നടത്തിയിട്ടുള്ള കടുത്ത ആക്രമണവുമാണ് ഇതിലേക്ക് നയിച്ചത്. ഇപ്പോൾ വിജയുടെ എതിരാളികളായിട്ടുള്ള ഓപ്പോസിറ്റ് ഫാൻസ് മാത്രമല്ല, വിജയുടെ എതിർ പക്ഷത്ത് നിൽക്കുന്ന പാർട്ടിക്കാർ പോലും ഈ വിജയ് തൃഷ ബന്ധത്തിൽ ഗോസിപ്പുകൾ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും വിജയുടെ ഭാര്യയായിട്ടുള്ള സംഗീതയ്ക്ക് നീതി ലഭിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിജയും ഭാര്യയും തമ്മിൽ പ്രശ്നത്തിലാണെന്ന് ഈ എതിരാളികൾ പറയാനായിട്ട് മറ്റൊരു കാര്യം കൂടി ഇതിന് ഒരു ആക്കം കൂട്ടുന്നുണ്ട്. കാര്യം, വിജയുടെ പല ചിത്രങ്ങളുടെയും ഓഡിയോ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫംഗ്ഷൻ ഒന്നും തന്നെ സംഗീത ഈ അടുത്ത കാലത്തൊന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ വിജയുടെ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ചടങ്ങുകളിലൊന്നും തന്നെ സംഗീത എത്തിയിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വിജയുടെ കൂടെ പൊതുവേദികളിൽ സംഗീതയെ കാണാതായി തുടങ്ങിയിട്ട് വളരെയധികം നാളുകളായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതോടെ ഇരുവരും തമ്മിൽ പിരിഞ്ഞു ജീവിക്കുകയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ തമിഴ്നാട് മേഖലയിൽ ഒരു വ്യക്തിപരമായ കാര്യമാണ്. ഒരുപക്ഷെ അവരുടെ കുടുംബ പ്രശ്നമാകാം. നേരത്തെ അജയ് സൂചിപ്പിച്ചതുപോലെ ഈ സംഗീത പല ക്ഷേത്രങ്ങളിൽ പോകുക, പൊതുജനങ്ങളൊക്കെ പോകുമ്പോൾ തനിച്ചാണ് പോകുന്നത്, വിജയം ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ വിജയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിജയുടെ ചിത്രങ്ങളുടെ പ്രൊമോഷൻ, മറ്റു ചടങ്ങുകളിലൊന്നും സംഗീതയും പങ്കെടുക്കാറില്ല. ഇതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ വിവാദത്തിന് പ്രധാനമായും ഈ രാഷ്ട്രീയ എതിരാളികളടക്കം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നവരടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും. പക്ഷെ അതിനപ്പുറം ഒരു രാഷ്ട്രീയ മാനം ഇതിനിപ്പോൾ ഉണ്ടായിട്ടുണ്ടോ അജയ്? കാരണം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 30,000-ഓളം ട്വീറ്റുകൾ ഇതേ പേരിൽ സംഗീത സേവ് ഫോർ സംഗീത, ജസ്റ്റിസ് ഫോർ സംഗീത എന്ന പേരിൽ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടക്കുന്നു. അത് ട്വിറ്ററിൽ, ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ വ്യാപകമായ രീതിയിൽ ചിത്രം പ്രചരിക്കുന്നു. ഇരുവരും തമ്മിൽ പ്രണയമെന്ന് പറയുന്നു. ഇതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇത് ആരാണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ ഹെയ്റ്റ് ക്യാമ്പയിനെതിരെ വിജയോ തൃഷയോ പോലീസിലോ മറ്റോ പരാതിപ്പെട്ടിട്ടുണ്ടോ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തെ ഇത്രയധികം ചൂടുപിടിപ്പിക്കാനുള്ള കാരണം. ഈ ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഇപ്പോൾ 30,000 കടന്ന് 34,000 പിന്നിട്ടിട്ടുണ്ട് ആ ഹാഷ്ടാഗുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഈ ഹാഷ്ടാഗിനൊപ്പം തൃഷ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗും നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തൃഷയുടെ പേരിനോട് ചേർത്തും ഇത്തരത്തിൽ ഹാഷ്ടാഗുകൾ വരുന്നുണ്ട്.
നിലവിൽ ഇരു താരങ്ങളും വിജയോ തൃഷയോ ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൗഹൃദത്തിലായിട്ടുള്ള താരങ്ങളെ സംബന്ധിച്ചുള്ള ഗോസിപ്പുകൾ ഇതിനു മുൻപ് തന്നെ പലരുമായി ചേർത്ത് വെച്ച് വന്നിരുന്നു. തമിഴല്ലാതെ നമ്മൾ ബോളിവുഡ് നോക്കുകയാണെങ്കിൽ പ്രിയങ്ക ചോപ്ര ഷാരൂഖ് ഖാൻ ബന്ധത്തിൽ ഇതിനു മുൻപേ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൽമാൻ ഖാൻ കത്രീന കൈഫ് ബന്ധം, അത്തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങളെല്ലാം ഇതിനു മുൻപേ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ വിജയ് തൃഷ എന്ന് പറയുന്ന ഇരുവരുടെ സൗഹൃദത്തിലേക്ക് വരുമ്പോൾ അത് ഇപ്പോൾ നിലവിൽ ഇത്രയധികം ഒരു രൂക്ഷമാകാനുള്ള കാരണം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ്. DMK പ്രവർത്തകർ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട്ടിൽ കടുത്ത പ്രളയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും 2000-ലധികം പേരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് മാറ്റിപ്പാർപ്പിച്ച് കഴിഞ്ഞു. തമിഴ്നാട് ഇത്രയധികം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വിജയ് സഹതാരത്തിനൊപ്പമുള്ള വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് DMK പറയുന്നത്. ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളിൽ ഒന്ന് സന്ദർശനം നടത്തുകയോ അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാനോ നിൽക്കാതെ ഗോവയിൽ തൻ്റെ സുഹൃത്തിനോടൊപ്പം ആസ്വദിക്കുന്നു എന്നും ഈ DMK പ്രവർത്തകർ ആരോപിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വിജയ് തൃഷ ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ ഇത് പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വിജയും തൃഷയും എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല വിജയ് തൃഷ, വിജയുടെ മാനേജറായിട്ടുള്ള ജഗദീഷ്, അതുപോലെ തന്നെ വിജയുടെ അംഗരക്ഷകർ, ഇത്രയും പേരുൾപ്പെടെ 6 പേർ രാവിലെ 12-ാം തീയതി രാവിലെ 6:45 ചാർട്ട് ചെയ്ത പ്രത്യേക ഫ്ലൈറ്റിൽ പോയിട്ടുള്ള രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഈ ട്വിറ്റർ വഴി എല്ലാം ഈ എതിരാളികൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഈ രേഖകൾ തെളിവായി വെച്ചുകൊണ്ടാണ് വിജയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ നിലവിൽ കടുപ്പിച്ചിരിക്കുന്നത്. താരം ഇതിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നാൽ തൃഷ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നാൽ അത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടല്ല. താൻ സിനിമാ രംഗത്ത് 20 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് തൃഷ ഒരു പോസ്റ്റ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും